പറഞ്ഞ പോലെ ഒന്നിച്ച് ഒന്നായാൽ കൊള്ളാമെന്നുള്ള ഇതുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഓക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ? പക്ഷെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാള് നെവിനാണ്. നെവിൻ എന്താ ഇഷ്ടമില്ലാത്തത്? നെവിൻ കുറച്ച് ഈ ഷാനവാസിന്റെ ഒക്കെ മറ്റേ ഈ ഇപ്പോഴത്തെ ഒരു സിനാരി എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് അല്ല കണ്ടു തുടങ്ങി, എന്താണ് പറയാനുള്ളത്? ബിഗ് ബോസ് അങ്ങനെ റെഗുലറായിട്ട് കാണില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ സമയം കിട്ടുമ്പോൾ കാണുന്നുണ്ട്. പിന്നെ അനുമോള് നമ്മളെ അയൽവാസിയാണ്, അനുമോള് തന്നെയാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യാനുള്ളത്. പിന്നെ അതിന് മുമ്പ് ഷാനവാസ് നമ്മളെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്. ഷാനവാസിനെയും അനുമോളിനെയാണ് എനിക്ക് ബിഗ് ബോസിൽ ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ സന്തോഷമായിരുന്നു. ആര് കപ്പടിക്കാൻ കൂടുതൽ പോസിബിലിറ്റി ആരാണ്? എൻ്റെ ഫീൽ അനുസരിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി തോന്നിയിട്ടുള്ളത് അനുമോളയാണ്. പിന്നെ എന്നാലും ഷാനവാസ് ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഷാനവാസിൻ്റെ മാത്രം കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്. ഷാനവാസിന്റെ മാത്രം അങ്ങനെ പണ്ട് സീരിയൽ ചെയ്യുമ്പോഴേ ഷാനവാസിന്റെ കുറച്ച് ഹാർഡ് കോർ ഫോളോവേഴ്സ് ഉണ്ട്. ഷാനവാസിന്റെ സ്റ്റൈലും ഷാനവാസിന്റെ രീതിയും ഷാനവാസ് ഒരു വേറെ ലെവലാണ്. അത് ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഷാനവാസിനെ ഫോളോ. അപ്പം ഇവർ രണ്ടുപേരും കുറച്ച് ടൈറ്റ് ആയിരിക്കും, അനുമോളും ഷാനവാസും. എനിക്ക് എൻ്റെ താല്പര്യം നമ്മുടെ അയൽവാസിയാണല്ലോ അനുമോൾ, അപ്പം അനുമോൾ കപ്പടിക്കുക എന്നുള്ളതാണ് എൻ്റെ താല്പര്യം. ഇപ്പം അനുമോൾക്കെതിരെ കുറേ വിമർശനങ്ങൾ വരുന്നുണ്ട്. കൂടുതലായിട്ട് വിമർശനം വരുന്ന ഈ PR പേരിൽ വിമർശനമാണ്. അത് വരും, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നന്നായി നിൽക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ ബാക്ക് സ്റ്റാപ്സും അല്ലാതെ ഈ നമ്മളെ കുത്തി പറയണതും ഒക്കെ കൂടുന്നത്. അത് നമ്മൾ ഒഴുകി കളയാന്നുള്ളതേ ഉള്ളൂ. നമ്മൾ മോശമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഈ എന്താ പറയുക ലൈം ലൈറ്റിൽ ഇല്ല എന്നുള്ളപ്പോൾ നമുക്ക് വിമർശനങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല. അപ്പം വിമർശനങ്ങൾ വരട്ടെ, അത് നല്ലതാണ് പുള്ളിക്കാരി. നെഗറ്റീവ്സ് വരുമ്പോഴാണ് അത് മാറി പോസിറ്റീവ്സിലോട്ട് ആവുന്നത്. വിമർശനങ്ങൾ വരണം എന്നാണ് ഞാൻ പറയാം. പക്ഷേ ഈ PR എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്ര മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും PR? അത് അല്ല, ഈ 16 ലക്ഷം കൊടുത്തെന്ന് വിശ്വസിക്കുന്നു ഇല്ല. കാരണം അനുമോളുടെ ലൈഫ് ഏറ്റവും അടുത്തറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. അനുമോളുടെ ലൈഫ് വെച്ച് നോക്കുമ്പോഴത്തേക്കും അനുമോള് 16 ലക്ഷം രൂപ കൊടുത്ത് PR ചെയ്യാനുള്ള ഇതുണ്ടെങ്കിൽ അനുമോൾ ബിഗ് ബോസിലേ പോകും. ബിഗ് ബോസിൽ പോകേണ്ട കാര്യമില്ല, അനുമോളുടെ വീട്ടിൽ ഇരുന്നാൽ മതി ആ 16 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ. അപ്പം അനുമോൾ അത്ര ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും വന്ന ഒരു വ്യക്തിയാണ്. അനുമോള് എന്താണെന്നുള്ളത് അടുത്തറിയുന്ന ആൾക്കാർക്ക് അറിയാം. ഇതൊക്കെ പറയുന്നത് അങ്ങ് എന്ത് വേണോ പറയാമല്ലോ. 16 ലക്ഷം രൂപയ്ക്ക് കൊടുത്ത് PR ആരെങ്കിലും ഒരിക്കലും ചെയ്യില്ല, ഒരിക്കലും ചെയ്യാൻ സാധ്യതയില്ല. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് വന്നത് പറഞ്ഞാൽ അനീഷ് അനുമോള് ഒരു ലവ് ട്രാക്ക് പോകുന്നുണ്ട്. അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തല്ലോ, അത് എങ്ങനെ കാണുന്നത്? അത് എനിക്ക് പക്ഷെ അത് വളരെ സീരിയസ് ആയിട്ട് തോന്നിയില്ല. പിന്നെ അനീഷ് കുറച്ച് സീരിയസ് ആയിരുന്നു എന്ന് തോന്നി. ആ സമയത്ത് അനീഷ് വളരെ സീരിയസ് ആയിട്ടാണ് അപ്രോച്ച് ചെയ്തത്. പക്ഷേ അനീഷിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അനുമോള് തിരിച്ചൊന്നും ഈ മറുപടി കൊടുക്കാത്തപ്പോഴും ഒക്കെ ആയപ്പോഴത്തേക്ക് അനീഷ് അത് ആ ഒരു സ്പിരിറ്റിലെടുത്ത് മാറി പുള്ളി ഗെയിമാണെന്നുള്ള രീതിയിൽ തന്നെ വീണ്ടും മുമ്പോട്ട് പോകണുണ്ട്. അല്ലാണ്ട് മാറിയിരുന്ന് ആ ഒരു ഔട്ട് ഓഫ് മൈൻഡിലോട്ടൊന്നും പോയില്ല പുള്ളിക്കാരൻ. അപ്പം അതുകൊണ്ട് അവർ രണ്ടിനും വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ അത് ഈ പറയട്ടെ, അത് കിട്ടിയാൽ അവരിപ്പം ഒന്നിക്കുകയാണ് അവരുടെ താല്പര്യമാണ്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ പോലെ ഒന്നിച്ച് ഒന്നായാൽ കൊള്ളാമെന്നുള്ള ഇതുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഓക്കെ. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഞാൻ കുറെ ആൾക്കാർ പറഞ്ഞു ഭയങ്കര ജോഡികളാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? നല്ല അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആരൊക്കെ എതിർത്താലും നല്ല കാര്യമാണ്. കാരണം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയാൽ മതി. അതിപ്പം അനുമോള് അനീഷിനെ മനസ്സിലാക്കിയവർ അനീഷ് അനുമോളിനെ മനസ്സിലാക്കിയാൽ മതി. അല്ലാണ്ട് ഇപ്പം വേറെ ഒരാൾ നമ്മൾ പറയുന്നതല്ലല്ലോ കാര്യങ്ങൾ. അപ്പം അത് അവരുടെ തീരുമാനമാണ്. ഇന്നലെ ശൈത്യ ബിഗ് ബോസിൽ കയറിയിട്ട് ഒരേ ആൾക്കാണ് PR കൊടുത്തേക്കുന്നത്. അങ്ങനെ അത് ഞാനും കണ്ടു. പക്ഷെ അത് എനിക്ക് അതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ അത് മാക്സിമം ഈ പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ചിലപ്പം ഈ ശൈത്യ നേരത്തെ ഔട്ടായ സമയത്ത് അനുമോളുമായിട്ട് അത്ര ഇതൊന്നും ആയിരുന്നില്ലല്ലോ, ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് പിന്നെ പിണങ്ങിയിട്ടില്ല ഔട്ടായത്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ അതിൻ്റെ ആ ഒരു വാശിക്ക് അനുമോൾ ഇത്രയും എത്തിയതിൻ്റെ ഇതിൽ പുള്ളിക്കാരി എല്ലാം മനസ്സിലുള്ളത് അങ്ങ് അടിച്ച് പറയണം എന്നുള്ള രീതിയിൽ അതെനിക്ക് അങ്ങനെ മനഃപൂർവ്വം അത് പുള്ളിക്കാരിനെ താഴ്ത്തി പറയണം എന്നുള്ള രീതിയിൽ വന്ന് പൊട്ടിത്തെറിച്ച് പറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ശരിക്കും കുറച്ചുകൂടെ മെച്ചൂർഡായിട്ട് തിങ്ക് ചെയ്ത് കാര്യങ്ങൾ പറയേണ്ടതായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിലൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യാനോ പറയാനോ പാടില്ല. അത് വളരെ നല്ല അതൊരു നല്ല മറുപടിയായിട്ട് എനിക്ക് തോന്നി. കാരണം എന്തിന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് കൂടുതൽ ഇതാവുന്നതെന്ന് വിചാരിച്ചാൽ അനുമോള് ചെയ്തത് വളരെ നല്ല കാര്യം. കാരണം
അങ്ങനെ പലതും പറയണതായിട്ട് നമ്മളെല്ലാം പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ച് വീണ്ടും നെഗറ്റീവ് അടിക്കും. അതിനാണ് നല്ലത് അനുമോളൊന്നും പറയാതെ പ്രതികരിച്ചാൽ ഒന്നും മിണ്ടാതിരുന്നത് വളരെ നന്നാണ്. ഇപ്പോൾ പറഞ്ഞിട്ട് അവർ പോട്ടെ, ബാക്കി ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്താണെന്ന്. ഇപ്പോൾ അനീഷ് അനുമോളെ പ്രൊപ്പോസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അനുമോളുടെ എന്താണ് ചേഷ്ടകളും അനുമോളുടെ പ്രവൃത്തികളും അത് നോക്കാം. അങ്ങനെയല്ല ശരിക്കും അങ്ങനെ തന്നെയാണ്. അനുമോള് നമ്മൾ അങ്ങോട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇങ്ങോട്ട് ഭയങ്കര കെയറിങ് ആയിരിക്കും, നല്ല സ്വഭാവമാണ് അനുമോള്. അപ്പോൾ നമുക്കത് ചിലപ്പോൾ ഇനിയിപ്പോൾ അനീഷ് ചിലപ്പോൾ തെറ്റിദ്ധരിച്ചതാവാം, അങ്ങനെ ഒരു സംഭവം ഉള്ളതാണോ അനീഷിന് തോന്നിയതാവാം. നാച്ചുറലാണ്. അത് ആരായാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കെയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കി തോന്നും, സ്വാഭാവികമായിട്ട് ആർക്കെങ്കിലും തോന്നിപ്പോകും. പിന്നെ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമും കൂടെ ആകുമ്പോഴത്തേക്കും ഇവർ പുറത്ത് ആരെയും കാണുന്നില്ല, കുറച്ച് പേരെ മാത്രമേ കാണുന്നുള്ളൂ, അപ്പോൾ അവരുമായിട്ട് മാത്രമേ മിങ്കിൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ആ സമയത്ത് സംഭവിച്ചു പോകാന്നുള്ളതാണ്. അനീഷ് അവിടെ അല്ല അനുമോൾ അവിടെ ജെന്യൂൻ ആയിട്ടാണ് നിൽക്കുന്നത്, ഒരു പേഴ്സണലി അറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വളരെ അടുത്തറിയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത് അനുമോള് വളരെ ജെന്യൂൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അങ്ങനെ പോകണമെങ്കിൽ തന്നെ ഈ 100 ദിവസമൊന്നും നമുക്കിങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിൽ നമ്മൾ മറ്റേ നല്ല രീതിയിൽ നമ്മളെ നല്ല സ്വഭാവം കാണിക്കുന്ന ഇത്രയും ആൾക്കാർ കാണുകയാണ് എന്നുള്ളത് ഇത്രയും ദിവസവും നമുക്ക് ഒരാൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. എത്രയൊക്കെ കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ നാച്ചുറാലിറ്റിയും നാച്ചുറൽ സ്വഭാവവും ഒക്കെ തിരിച്ച് പുറത്ത് വന്നു പോകും. അപ്പോൾ ഇതൊരു അനുമോള് വേറെ ഒരു രീതിയിൽ അവിടെ പോയി നിന്ന് കളിക്കുവാണ് എന്നുള്ളതൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അനുമോൾ എന്താണോ അത് തന്നെയാണ് അവിടെ. ഓക്കെ, ഈ പ്രഡിക്ഷൻ പറയണമെങ്കിൽ ടോപ്പ് 3 ആരായിരിക്കും? ടോപ്പ് 3 അനുമോള്, ഷാനവാസ്, പിന്നെ അനീഷ്. ഇതിൽ 3 പേരാണ് എനിക്ക് താല്പര്യം. പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും വരികയാണെങ്കിൽ നൂറ എനിക്ക് താല്പര്യം. പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാള് നെവിനാണ്. നെവിൻ എന്താ ഇഷ്ടമില്ലാത്തത്? നെവിൻ കുറച്ച് ഈ ഷാനവാസിൻ്റെ ഒക്കെ മറ്റേ ഈ ശരിക്കും പിന്നെ അതൊക്കെ ആ സമയത്ത് ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കേണ്ടതാണ്. നമ്മൾ കയ്യാൻ കളി പാടില്ല എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. വാക്കുകൊണ്ട് എന്ത് വേണം പറയാം, പക്ഷെ ഒരാൾ അറ്റാക്ക് ചെയ്യുന്നത്, ദേഹത്തെ തൊടുന്നതും അറ്റാക്ക് ചെയ്യുന്നതും ഒക്കെ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് കാണിച്ച ആ സമയത്തെ പുള്ളിക്കാരനെ അവിടുന്ന് പുറത്താക്കേണ്ടതായിരുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇവൻ നിവിൻ എനിക്ക് ക്യാരക്ടർ വൈസ് എനിക്ക് അറിയില്ല, പക്ഷെ ചില കാര്യങ്ങളൊക്കെ നിവിൻ കാണിക്കുന്ന കാണുമ്പോൾ കുറച്ച് ക്യൂട്ടാണെന്ന് തോന്നുന്നുണ്ട്. നല്ല കാണാനൊക്കെ നല്ല രസമുണ്ട് ചില നിവിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ വക കാര്യം കാണിക്കുന്ന ആ നിമിഷം പുള്ളിക്കാരനെ അവിടുന്ന് പുറത്താക്കേണ്ടതായിരുന്നു. കുറേ അധികം എവിക്ഷൻസ് കഴിഞ്ഞല്ലോ, അപ്പോൾ ഈ പേഴ്സണലി തോന്നുന്നു ഇയാൾ പോകാൻ യോഗ്യത അല്ല, അതായത് അൺഫെയർ ആയിട്ട് തോന്നുന്നത് ആ സമയത്ത് പുറത്ത് പോകേണ്ടായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ആ സമയത്ത് വേറെ ആരെങ്കിലും എവിക്റ്റഡ് ആക്കാൻ, പക്ഷെ ആര്യനെ എന്തോ ഒരു ആ ഒരു ടൈമിൽ എവിക്റ്റഡ് ആവേണ്ട വ്യക്തി അല്ലായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ആര്യൻ മാത്രമാണ് ഒരു അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തത്? എനിക്ക് ആര്യൻ മാത്രമാണ് അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തത്. ഓക്കെ, താങ്ക് യു. ഓക്കെ.